ഗൈസ്, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കാൻ പോവുകയാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമുക്ക് അവിടെ കാണാം. നാട്ടുകാരെ, പ്രിയ സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, നിങ്ങൾ കേട്ട കണക്ക് തന്നെ നമ്മുടെ രേണു അങ്ങനെ പുതിയ ഒരു ചുവടുവെപ്പ് നടത്തിയിരിക്കുന്നു. അതായത് മറ്റൊന്നുമല്ല, ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചിരിക്കുന്നു. എല്ലാവരും കൈയടിക്കുക. എന്തുകൊണ്ട് ഇത്രയും താമസിച്ചത് എന്ന് മാത്രമേ ഒരു ചോദ്യമുള്ളൂ രേണു. പക്ഷെ അതിന്റെ കുറവ് തീർത്തുകൊണ്ട് രേണുസുതി വന്നിരിക്കുന്നു. ഇനി അങ്ങോട്ട് ചെറിയ കളികളില്ല, വലിയ കളികൾ മാത്രം. അതും ഫ്രീ അല്ല, എല്ലാ കാശ് കൊടുത്തുള്ള കാര്യങ്ങൾ മാത്രമാണ്. സബ്സ്ക്രിപ്ഷൻ എടുക്കുക, എക്സ്ക്ലൂസീവ് കാര്യങ്ങൾ മാത്രമാണ് ഇനി വരാനായി പോകുന്നത്. അങ്ങനെ രേണു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടാണ് പുതിയൊരു സംരംഭത്തിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കൂടി ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാം അടിപൊളി. കാരണം ജനങ്ങൾ സപ്പോർട്ട് ചെയ്ത് കമന്റ് ബോക്സ് നിറയെ നെഗറ്റീവ് കമന്റുകളും കാര്യങ്ങളും ആയിട്ടൊക്കെ തന്നെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അടുത്ത ഒരു സംഭവ വികാസമായിട്ട് രേണുസുതി അങ്ങനെ രംഗത്തെത്തിയിരിക്കുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ കിട്ടുന്നതിൻ്റെ നിന്നും ഡബിൾ എഫക്റ്റിലുള്ള സപ്പോർട്ട് എന്തായാലും രേണുവിന് ഇതിലും കിട്ടുമെന്ന് രേണു പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുവേണ്ടി തന്നെ ആയിരിക്കണമല്ലോ നാട്ടുകാരെ സപ്പോർട്ടും ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. എന്തായാലും ഇനിയിപ്പോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ പറയുന്ന റീൽസ്, ഫോട്ടോസ്, കാര്യങ്ങൾ എല്ലാം തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി രേണുസുതി കൊണ്ടുവരികയാണ്. അപ്പോൾ അതൊക്കെ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കാശ് കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. കാരണം അത് ഫ്രീ അല്ല, അത് കാശ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ കയറാനായി പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും രേണുസുതി പുതിയ ഒരു ചുവടുവെപ്പ് നടത്താനായി പോവുകയാണ്. ഇതിൽ എന്താവുമെന്ന് അറിയത്തില്ല. എന്തായാലും ഇനിയും പല തരത്തിലുമുള്ള എയറിൽ കയറുന്ന സംഭവ വികാസങ്ങൾ ഇതിലൂടെയും രേണുസുതി കൊണ്ടുവരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഇത് എന്താവോ എന്തോ. എന്തായാലും രേണുസുതി കുറ്റം പറയുന്നില്ല. കാരണം ബാക്കി പലരും ഒക്കെ തന്നെ ഈ പറയുന്ന മാതിരി സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ? എന്റെ കോണ്ടന്റുകൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാശ് കൊടുത്ത് തന്നെ കാണണം. അല്ലാതെ ഫ്രീ ആയിട്ട് ഇനി ഒരുത്തനും എന്നെ തെറി വിളിക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി എന്നെ സപ്പോർട്ട് ചെയ്യാനോ വരണ്ട. എന്നെ കാണണമെന്നുണ്ടെങ്കിൽ, എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്നെ തെറി വിളിക്കണമെന്നുണ്ടെങ്കിൽ കാശ് കൊടുത്തു വന്ന് എന്നെ തെറി വിളിച്ചിട്ട് പോവുക. എന്തായാലും കൊള്ളാണ്. ഇതിന്റെ തന്നെ, അതായത് ഈ രേണുസുതി ഇട്ടിരിക്കുന്ന ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ വന്നിരിക്കുന്ന കമന്റുകൾ വായിക്കുമ്പോഴത്തേക്കും എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടല്ലേ എന്ന തരത്തിലുള്ള കമന്റുകൾ അതിലും കാണാം. എല്ലാത്തിലും സുധിച്ചേട്ടൻ എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ. ഇനി രേണുസുതി ഇതും സുധിച്ചേട്ടന് തന്നെ എന്നുള്ള തരത്തിൽ സമ്മതിക്കുമോ എന്തോ. എന്തായാലും എയറിൽ നിന്നും താഴെ ഇറങ്ങാനായിട്ട് രേണുസുതി ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഇത് ഇനി ബഹിരാകാശത്തേക്ക് ചെന്നെത്താനായിട്ടുള്ള പണികൾ രേണുസുതി ഒപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെതായിട്ടുള്ള കോണ്ടന്റുകൾ ഇനി വരാനായി കിടക്കുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാനേ. അത് അവിടെ ഇരിക്കട്ടെ. അതോടൊപ്പം തന്നെ രേണുസുതി മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ വീഡിയോ കൂടി ഒന്ന് കാണാം. ഈ നെഗറ്റീവ് പറയുന്ന കുറച്ച് നെഗറ്റീവ് ആളുകളോട് എനിക്ക് സഹതാപം മാത്രമാണ്. കാരണം എൻ്റെ വീഡിയോയിൽ വന്ന് എന്തിട്ടാലും നെഗറ്റീവ്സ് പറയുന്ന കുറച്ച് പേരോട് ടോട്ടലി ഐ എം കൺഫ്യൂസ്ഡ്. നിങ്ങളുടെ സ്വഭാവം എന്ത് സ്വഭാവമാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. കാരണം നിങ്ങളുടെ വിചാരം നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ഇവരുടെ നെഗറ്റീവ് കേട്ടിട്ട് നമുക്ക് അതിന് ഭയങ്കര സങ്കടമാണ്. എടോ, രേണുസുതിയെ സംബന്ധിച്ച് ഒരു സങ്കടമില്ല. നിങ്ങൾ എന്നെ വന്ന് ദേഹത്ത് വന്ന് ഞോണ്ടിയാലോ കുത്തിയാലോ എനിക്ക് വേദനയും, നിങ്ങൾ എന്നെ തല്ലിയാലോ എനിക്ക് വേദനയും. പക്ഷെ നിങ്ങളുടെ ഓരോ നെഗറ്റീവ് കമന്റ്സും എനിക്ക് ചിരിയാണ് വരാറ്. ഇതൊരു കുശുമ്പോ നിങ്ങൾക്ക്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരത്തില്ല, നിങ്ങളെ ഉപദ്രവിക്കത്തില്ല, ഒന്നിനും വരത്തില്ല. പക്ഷെ നിങ്ങളുടെ നെഗറ്റീവ്സ് ഇല്ലേ, കുശുമ്പാണോ തനിക്കൊക്കെ? എന്നെ കുശുമ്പാരാ. നിനക്കൊന്നും മരുന്നില്ല, അസുഖിക്ക് കുശുമ്പിന് മരുന്നില്ല. നീയൊക്കെ അവിടെ നെഗറ്റീവ് അടിക്കും, ഞാൻ ഇങ്ങനെ ഉയർന്നു പോകും. നീയൊക്കെ അവിടെ നെഗറ്റീവ് അടിച്ചു. പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്ത കുറെ പേരുണ്ട്. ഐ ലവ് യു. രേണുസുതി ഈ നെഗറ്റീവ് ഓളികളായിട്ടുള്ള ആൾക്കാരാണല്ലോ രേണുസുതിയുടെ കമന്റ് സെക്ഷനിൽ ചെന്നിട്ട് പലതരത്തിലുമുള്ള നെഗറ്റീവ് കമന്റുകളൊക്കെ ഇടുന്നത്. അപ്പോൾ ഈ രേണുസുതി ഈ കമന്റുകളെല്ലാം തന്നെ കൂട്ടിപ്പറക്കി എടുത്തു വെച്ചുകൊണ്ട് പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് അതിനങ്ങ് വീഡിയോ ചെയ്യും. എന്നിട്ട് അതിൽ വന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്നെ എന്തു പറഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല, എനിക്കൊരു ചുണ്ണാമ്പുമില്ല, ഞാൻ ഈ നെഗറ്റീവ് ഓളികളിൽ നിന്ന് തന്നെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, അവരങ്ങനെ കിടന്ന് പുലമ്പിക്കൊണ്ടിരിക്കും, ഞാൻ എൻ്റെ കാര്യം നോക്കി പോയിക്കൊണ്ടിരിക്കുമെന്ന്. ഇത് തന്നെയാണ് എല്ലാ വീഡിയോയിലും വന്ന് ഈ പറയുന്ന രേണു പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഇത് ഡെയിലി ഇങ്ങനെ ഓരോ വീഡിയോസ് വെച്ച് രേണു ചെയ്തുകൊണ്ടിരിക്കുമോ? അറിയാമല്ല എന്നിട്ട് ചോദിക്കുവാണ്. കാരണം ഈ പറയുന്ന രേണുസുതി തന്നെയാണ് പറയുന്നത് നെഗറ്റീവ് ഓളികളൊന്നും തന്നെ എന്നെ ബാധിക്കാൻ പോണില്ല, അതാണ് ഇതാണ്. പക്ഷെ ഇതൊക്കെ പിന്നെ പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് വീഡിയോ ചെയ്യേണ്ട ആവശ്യം തോന്നുന്നു. ഈ പറയുന്ന തരത്തിൽ നെഗറ്റീവ് ഒന്നും തന്നെ രേണുവിനെ ബാധിക്കുന്നില്ല, രേണുവിനെ അത് ഹേർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കമന്റുകൾ, ഇതുപോലുള്ള നെഗറ്റീവ് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് ഈ ചെവി കൂടെ കളയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയല്ലേ വേണ്ടതെന്ന് പറയുന്നത്. ഇതല്ല, ഇത് ഓരോന്നും തെരഞ്ഞുപിടിച്ച് പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് സ്വന്തം ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ അതിനെതിരെ വീഡിയോ ചെയ്തിടുക എന്ന് പറയുമ്പോഴത്തേക്കും അത് നല്ല രീതിയിൽ കൊണ്ടിട്ടായിരിക്കുമല്ലോ ആ ഒരു തരത്തിൽ എന്താ പറയുക, വല്ലാത്ത തരത്തിലൊന്ന് ആയി വീഡിയോസ് ചെയ്യാനായിട്ട് നിൽക്കുന്നതെന്ന് പറയും. എന്നിട്ട് പറയുന്നത് എനിക്കതൊന്നും തന്നെ ബാധിക്കത്തില്ല എന്ന്.
അപ്പൊ നിങ്ങൾക്കത് ഹേർട്ട് ചെയ്യാത്തതുകൊണ്ടാണോ നിങ്ങൾ അത് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നോർമലി ഒരാൾ നെഗറ്റീവ് എന്ത് ചക്ക ചുണ്ണാമ്പോ അത് മൈൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാനായിട്ട് നിൽക്കത്തില്ല, കളയത്ത് മാത്രമേ ഉള്ളൂ. ഇതല്ല, നിങ്ങൾ ചെകഞ്ഞു പിടിച്ച് പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ടാണ് നിങ്ങൾ അങ്ങനെ ഇങ്ങനെ മറ്റത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് ഈ നെഗറ്റീവിനെ കുറിച്ച് പറയുന്നതെന്ന് പറയുന്നത്. ഇത് തന്നെയാണ് നിങ്ങളുടെ കുഴപ്പമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. എന്തായാലും അതവിടെ നിൽക്കട്ടെ. കാര്യങ്ങൾ എന്തായാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എല്ലാം രേണുസുതി ഇങ്ങനെ പൊതിയുന്നുണ്ട് നല്ല രീതിയിൽ. ഇപ്പോൾ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് രേണുസുതി കടന്നിരിക്കുകയാണ്, സബ്സ്ക്രിപ്ഷൻ. എന്തായാലും ഇത് എന്തേ ഇത്ര വൈകിപ്പോയി എന്ന് മാത്രമേ ഒരു ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. അതിന് ഒരു ഉത്തരം ഇപ്പോൾ രേണുസുതി തന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇനി അങ്ങോട്ട് എക്സ്ക്ലൂസീവ് കോണ്ടന്റുകളുമായിട്ട് രേണുസുതിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നെഗറ്റീവ് വോളികളും രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്നവരും എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിച്ചാണ് രേണുസുതി ഇപ്പോൾ പുതിയൊരു കാര്യത്തിലേക്ക്, അതായത് കാശ് കൊടുത്തു മാത്രം അല്ലാതെ ഫ്രീ ആയിട്ട് ഇല്ല, മനസ്സിലായല്ലോ? കാശ് കൊടുത്തു മാത്രമുള്ള സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ പരിപാടിയാണ് രേണുസുതി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ തന്നെ ഈ പറയുന്നത് രേണുസുതി ഇത്ര കത്തി നിന്നിട്ടും എന്തുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ ഇത്രയും താമസിച്ചു? ബാക്കിയുള്ളവരൊക്കെ തന്നെ പല രീതിയിൽ സബ്സ്ക്രിപ്ഷൻ ഓരോ രീതിയിലുള്ള എക്സ്ക്ലൂസീവ് കോണ്ടന്റുകൾ അതും ഇതും മറ്റതും മറിച്ചതും ഒക്കെ തന്നെ ഇടുന്നുണ്ടല്ലോ. അപ്പോൾ രേണുസുതിക്ക് എന്തുകൊണ്ട് ഇട്ടൂടാ? എനിക്ക് ഇത്രയും സപ്പോർട്ടേഴ്സ് ഇരിക്കുന്നു, എനിക്ക് ഇത്രയും നെഗറ്റീവ് സപ്പോർട്ടേഴ്സ് ഇരിക്കുന്നു, അപ്പോൾ എനിക്കും എന്തുകൊണ്ട് ഇത് ആയിക്കൂടാ എന്നുള്ള ചിന്ത ചിലപ്പോൾ രേണുവിൽ ഉണ്ടായിരുന്നായിരിക്കാം. അതെന്തായാലും അവസാനം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇത് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇത് ഏത് ലെവൽ വരെ എത്തും, ഇത് എയറിലായിരിക്കുമോ ബഹിരാകാശത്തായിരിക്കുമോ നിലത്തായിരിക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. എന്തായാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.